ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചില പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള അണക്കെട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അണക്കെട്ടാണ് ടർബേല ഡാം. ടർബേല ഡാം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടാണ്. അത് ഇന്ത്യയിലെ ഒരു അണക്കെട്ട് അല്ല. ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനില് സിന്ധു നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടിന്റെ പേരാണ് ടർബേല ഡാം എന്ന് പറയുന്നത്. സിന്ധു നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണ് ടർബേല ഡാം എന്ന് പറയുന്നത്. അപ്പൊ ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയിലാണ്. ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ടർബേല ഡാം. ഇനി സിന്ധു നദിയില് ലഡാക്കിലും, അതായത് ഇന്ത്യയുടെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടുണ്ട്. അതിന്റെ പേരാണ് നിമു ബാസ്കോ ഡാം. നിമു ബാസ്കോ ഡാം. പേരെങ്ങനെയായിരുന്നു? നിമു ബാസ്കോ ഡാം. പേര് ഒന്നോ രണ്ടു തവണ ആവർത്തിച്ചൊന്ന് നോക്കുക, പറഞ്ഞു നോക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിമു ബാസ്കോ ഡാം. നിമു ബാസ്കോ ഡാമും സിന്ധു നദിയിലാണ്, ലഡാക്കിലാണ്. ലഡാക്കിൽ സിന്ധു നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പേരാണ് നിമു ബാസ്കോ ഡാം. അപ്പോൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ഡാമിന്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടർബേല ഡാം, രണ്ടാമത്തെ ഡാം നിമു ബാസ്കോ ഡാം. ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. നിമു ബാസ്കോ ഡാം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡാമാണ് രഞ്ജിത്ത് സാഗർ ഡാം. രഞ്ജിത്ത് സാഗർ ഡാം. രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. രവി എന്ന് പറയുന്ന നദിയിലാണ് രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചനദികളിൽ ഒരാളാണ് രവി എന്ന് പറയുന്നത്. രവിയുടെ മറ്റൊരു പേരാണ് പരുഷ്ണി അല്ലെങ്കിൽ ഐരാവതി. ഐരാവതി എന്നും പരുഷ്ണി എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് രവി. ഈ രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ അണക്കെട്ടിന്റെ പേരാണ് രഞ്ജിത്ത് സാഗർ ഡാം. രഞ്ജിത്ത് സാഗർ ഡാം. ആ രഞ്ജിത്ത് സാഗർ ഡാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തെയിൻ ഡാം. തെയിൻ എന്നറിയപ്പെടുന്ന തെയിൻ ഡാം എന്നറിയപ്പെടുന്ന ഡാമാണ് രഞ്ജിത്ത് സാഗർ ഡാം. ഇനി പഞ്ചാബിലാണ് രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ബാസി ഡാം. ബാസി ഡാം സ്ഥിതി ചെയ്യുന്നതും ഏത് നദിയിൽ തന്നെയാണ്? രവി നദിയിൽ തന്നെയാണ്. ബാസി ഡാം ഹിമാചൽ പ്രദേശിലാണ്. ബാസി ഡാം ഹിമാചൽ പ്രദേശിലാണ്. ചമേര ഡാമും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്, രവി നദിയിലാണ്. അപ്പോൾ രവി നദിയുമായി ബന്ധപ്പെട്ട മൂന്ന് അണക്കെട്ടിന്റെ പേര് ഓർത്തു വെക്കണം. രഞ്ജിത്ത് സാഗർ ഡാം, ബാസി ഡാം, ചമേര ഡാം. അതിൽ രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ബാസി ഡാമും ചമേര ഡാമും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ബാസി ഡാമും ചമേര ഡാമും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിട്ടുള്ള ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ് എന്ന് പറയുന്ന നദിയിലാണ് ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഋഗ്വേദത്തിൽ ശതദ്രു എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് സത്ലജ്. ഈ സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഭക്രാനങ്കൽ ഡാം ഏത് സ്റ്റേറ്റിലാണ്? ഹിമാചൽ പ്രദേശിന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഭക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. മറ്റൊരു ഡാമാണ് ഭക്ര ഡാം. ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നതും ഹിമാചൽ പ്രദേശിലാണ്. അത് സത്ലജ് നദിയിലാണ്. യഥാർത്ഥത്തിൽ ഭക്രാനങ്കൽ എന്ന് പറയുന്നത് രണ്ട് അണക്കെട്ടുകളാണ്. ഭക്രയും നങ്കലുമാണ് ആ രണ്ട് അണക്കെട്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡാമാണ് കോൾ ഡാം. KOL എന്നാണ് കേട്ടോ. കോൾ ഡാം. മറ്റൊരു അണക്കെട്ടാണ് നാത്പ ജാക്രി ഡാം. കോൾ ഡാം, നാത്പ ജാക്രി ഡാം. ഈ രണ്ട് അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഭക്രാനങ്കൽ ഡാം, ഭക്ര ഡാം, കോൾ ഡാം, നാത്പ ജാക്രി ഡാം. ഈ ഡാമുകളെല്ലാം തന്നെ ഹിമാചൽ പ്രദേശിലാണ്. ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സത്ലജ് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഡാമാണ് സർദാർ സരോവർ ഡാം. 2017 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഡാമാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. അത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്.
ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ആ നർമ്മദ നദിയില് ഗുജറാത്തിലാണ്, ശ്രദ്ധിക്കുക, ഇത് സ്റ്റേറ്റ് ആണ്, ഗുജറാത്തിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്. നദിയുടെ പേരാണ് നർമ്മദ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞു. ഏകദേശം 300-ലധികം അണക്കെട്ടുകൾ നർമ്മദാ നദിയിലുണ്ട്. നർമ്മദാ നദിയിലെ പ്രശസ്തമായിട്ടുള്ള മറ്റു ചില അണക്കെട്ടുകൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ദിരാസാഗർ ഡാം. ഇന്ദിരാസാഗർ ഡാം നർമ്മദാ നദിയിലാണ്, മധ്യപ്രദേശിലാണ്. ഓംകാരേശ്വർ ഡാം നർമ്മദാ നദിയിൽ തന്നെയാണ്, മധ്യപ്രദേശിലാണ്. മഹേശ്വർ ഡാം മധ്യപ്രദേശിലാണ്. ബാർഗി ഡാം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഈ പറഞ്ഞ അണക്കെട്ടുകൾ എല്ലാം തന്നെ ഏത് നദിയിലാണ്? നർമ്മദാ നദിയിലാണ്. അപ്പോൾ നർമ്മദാ നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്, ഇന്ദിരാസാഗർ ഡാം മധ്യപ്രദേശിലാണ്, ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശിലാണ്, മഹേശ്വർ ഡാം മധ്യപ്രദേശിലാണ്, ബാർഗി ഡാം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനി നമുക്ക് മറ്റൊരു നദിയിലേക്ക് പോവാം. നദിയാണ് സോൺ എന്ന് പറയുന്ന നദി. സോൺ എന്ന് പറയുന്ന നദി യഥാർത്ഥത്തില് ഒരു ഉപദ്വീപീയ നദിയാണ്, ഗംഗയുടെ പോഷക നദിയാണ്. ഉപദ്വീപീയ നദി കൂടിയാണ്, ഗംഗയുടെ പോഷക നദി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? സോൺ എന്ന് പറയുന്നത്. ആ സോൺ നദിയില് മധ്യപ്രദേശിലുള്ള ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരാണ് ബെൻസാഗർ ഡാം ഏത് നദിയിലാണ്? സോൺ നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡാമാണ് ലഖുവാർ ഡാം. പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ലഖുവാർ ഡാം ഏത് നദിയിലാണ്? ലഖുവാർ ഡാം യമുന നദിയിലാണ്. സാധാരണ യമുനയിലെ അണക്കെട്ടുകൾ ഒന്നും തന്നെ അങ്ങനെ ചോദിക്കാറില്ല. അതിൽ ഒരു തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ലഖുവാർ ഡാം ഏത് നദിയിലാണ്? യമുന നദിയിലാണ്. സ്റ്റേറ്റ് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ യമുന നദിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് ലഖുവാർ ഡാം എന്ന് പറയുന്നത്. ഇനിയും അതേ ഉത്തരാഖണ്ഡില് യമുന നദിയിലുള്ള ഒരു അണക്കെട്ടുകൾ കൂടി പഠിച്ചു വെക്കുക. അണക്കെട്ടാണ് വ്യാസി ഡാമും ഇവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിൽ തന്നെയാണ്, യമുന നദിയിലാണ്. ഇനി മറ്റൊരു അണക്കെട്ടാണ് കോട്ടേശ്വർ ഡാം ഉത്തരാഖണ്ഡിലാണ്. അത് ഭാഗീരഥി നദിയിലാണ്, അല്ലെങ്കിൽ ഭഗീരഥി നദിയിലെ ഉത്തരാഖണ്ഡിലുള്ള പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടിന്റെ പേരാണ് കോട്ടേശ്വർ ഡാം. ഇനി ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡാമിലേക്ക് നമ്മൾ പോവാണ്. ഡാമിന്റെ പേരാണ് തെഹരി ഡാം, അല്ലെങ്കിൽ തെഹരി ഡാം. എന്താണ് തെഹരി ഡാമിന്റെ പ്രാധാന്യം? എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡാമാണ് തെഹരി ഡാം എന്ന് പറയുന്നത്. ഏകദേശം 260.5 മീറ്റർ ഉയരമുള്ള ഡാമാണ് തെഹരി ഡാം. തെഹരി ഡാം ഏത് നദിയിലാണ്? ഭാഗീരഥി, അല്ലെങ്കിൽ ഭഗീരഥി എന്ന് പറയുന്ന നദിയിലാണ്, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡാമാണ് തെഹരി ഡാം. ഇനി മറ്റൊരു ഡാമിന്റെ പേരാണ് ഹുസൈൻ സാഗർ ഡാം. ഹുസൈൻ സാഗർ ഡാം ഏത് നദിയിലാണ്? മുസി എന്ന് പറയുന്ന നദിയിലാണ്. മുസി എന്ന് പറഞ്ഞാല് കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയാണ് മുസി എന്ന് പറയുന്നത്. ആ മുസി നദിയില് തെലങ്കാനയിലുള്ള ഡാമിന്റെ പേരാണ് ഹുസൈൻ സാഗർ ഡാം. അപ്പോൾ ഹുസൈൻ സാഗർ ഡാം തെലങ്കാനയിലാണ്. ഏത് നദിയിലാണ്? മുസി നദിയിലാണ്. ഏത് നദിയിലാണ്? മുസി നദിയിലാണ്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഡാമാണ് ഉക്കായി ഡാം. അടുത്ത ഡാമിന്റെ പേരാണ് കാക്രപ്പാറ ഡാം. ഉക്കായി ഡാം, കാക്രപ്പാറ ഡാം. ഈ രണ്ട് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സ്റ്റേറ്റ് ഗുജറാത്തിലാണ്. നദിയുടെ പേരാണ് താപ്തി എന്ന് പറയും. താപ്തി നദിയില്, നർമ്മദയുടെ ഇരട്ടയാണ് താപ്തി, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. താപ്തി നദിയില് ഗുജറാത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഉക്കായി ഡാമും കാക്രപ്പാറ ഡാമും. ഇനി മറ്റു കുറച്ച് ഡാമുകളിലേക്ക് നമുക്ക് പോവാം. നദിയുടെ പേരാണ് ഗോദാവരി എന്ന് പറയുന്നത്. നദിയുടെ പേര് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി അല്ലെ ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ആ ഗോദാവരി നദിയിലെ പ്രധാനപ്പെട്ട ചില അണക്കെട്ടുകളാണ്. ആദ്യത്തെ ഡാമാണ് കാലേശ്വരം ഡാം എന്ന് പറയുന്നത്. കാലേശ്വരം ഡാം ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. സംസ്ഥാനത്തിന്റെ പേരാണ് തെലങ്കാന. തെലങ്കാനയിലെ ഗോദാവരി നദിയിലുള്ള അണക്കെട്ടിന്റെ പേരാണ് കാലേശ്വരം ഡാം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡാമാണ് ശ്രീറാം സാഗർ ഡാം. ശ്രീറാം സാഗർ ഡാമും ഏത് നദിയിൽ
നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. ശ്രീറാം സാഗർ ഡാമും ഗോദാവരി നദിയിലാണ്. അടുത്ത ഡാമിന്റെ പേര് നിസാം സാഗർ ഡാം. നിസാം സാഗർ ഡാം. നിസാം സാഗർ ഡാമും ഗോദാവരി നദിയിൽ തന്നെയാണ്. എന്നാൽ നിസാം സാഗർ ഡാമിന്റെ കാര്യം പറയുന്ന സമയത്ത് ഗോദാവരി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോദാവരിയുടെ മറ്റൊരു പോഷക നദിയായിട്ടുള്ള മഞ്ചീര നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം നിസാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയും മഞ്ചേരിയും കൂടിച്ചേരുന്ന സ്ഥലത്താണ് നിസാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് മാറ്റമൊന്നുമില്ല, സ്റ്റേറ്റ് തെലങ്കാനയാണ്. അടുത്ത അണക്കെട്ടിന്റെ പേരാണ് പോളാവാരം ഡാം. പോളാവാരം ഡാം ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. പോളാവാരം ഡാം ഗോദാവരി നദിയിലാണ്, സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. അടുത്ത അണക്കെട്ടിന്റെ പേരാണ് ജയക്കുവാടി ഡാം. ജയക്കുവാടി ഡാം ഗോദാവരി നദിയിൽ തന്നെയാണ്, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയിലുള്ള അണക്കെട്ടിന്റെ പേരാണ് ജയക്കുവാടി ഡാം. അപ്പൊ ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട അണക്കെട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ അണക്കെട്ടായിരുന്നു കാലേശ്വരം ഡാം. കാലേശ്വരം ഡാം തെലങ്കാനയിലാണ്. ശ്രീറാം സാഗർ ഡാം തെലങ്കാനയിലാണ്. നിസാം സാഗർ ഡാം തെലങ്കാനയിലാണ്. പോളാവാരം ഡാം ആന്ധ്രാപ്രദേശിലാണ്. ജയക്കുവാടി ഡാം മഹാരാഷ്ട്രയിലാണ്. അടുത്ത നദിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയിലുള്ള വളരെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ്, തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അണക്കെട്ടാണ് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്, ആന്ധ്രാപ്രദേശും തെലങ്കാനയും. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഇനി കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു അണക്കെട്ടാണ് ശ്രീശൈലം ഡാം. ശ്രീശൈലം ഡാം ആന്ധ്രാപ്രദേശിലാണ്, കൃഷ്ണ നദിയിലാണ്. അടുത്ത ഡാമിന്റെ പേരാണ് അൽമാട്ടി ഡാം. അൽമാട്ടി ഡാമും കൃഷ്ണ നദിയിൽ തന്നെയാണ്, സ്റ്റേറ്റ് കർണാടക. കർണാടകയിലെ കൃഷ്ണ നദിയിലുള്ള അണക്കെട്ടിന്റെ പേരാണ് അൽമാട്ടി ഡാം. അടുത്ത ഡാമിന്റെ പേര് ലക്ഷ്യ ഡാം. ലക്ഷ്യ ഡാം എവിടെയാണ്? ലക്ഷ്യ ഡാം കർണാടകയിലാണ്, കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ ഡാം, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ശ്രീശൈലം ഡാം ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അൽമാട്ടി ഡാം കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷ്യ ഡാം കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള നദിയുടെ പേരാണ് റിഹാന്ത്. റിഹാന്ത് ഡാം. ഡാമിന്റെ പേരും ഇങ്ങനെ തന്നെയാണ്, റിഹാന്ത് ഡാം. റിഹാന്ത് ഡാം ഏത് നദിയിലാണ്? റിഹാന്ത് നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. റിഹാന്ത് ഡാം റിഹാന്ത് നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് PSCയുടെ പരീക്ഷകളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളരെ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.